നമസ്കാരം. നമുക്ക് ഓഗസ്റ്റ് 12 വാർത്തകൾ നോക്കാം. ട്രംപ് പറയുന്നത് ഹോർമുസ് കടലിടുക്കിൻ്റെ പരിപൂർണ നിയന്ത്രണം ഇപ്പോൾ US-നുണ്ട് എന്നാണ്. ഇറാനാവട്ടെ അവർ പറയുന്നു ഹോർമുസ് കടലിടുക്ക് തുറന്നിട്ടേ ഇല്ല. അത് തുറക്കണമെങ്കിൽ അവർ മുന്നോട്ട് വെച്ച എല്ലാ ഡിമാൻഡ്സും US അംഗീകരിക്കണം എന്നാണ് അവർ പറയുന്നത്. എന്തായാലും ട്രംപിനെ സംബന്ധിച്ച് ഹോർമുസ് കടലിടുക്ക് പരിപൂർണമായും തുറന്നു കിടക്കുകയാണ്. ഇറാനെ സംബന്ധിച്ചത് പരിപൂർണമായി അടഞ്ഞു കിടക്കുകയാണ്. എന്തായാലും ഇതിലൂടെ കുറച്ച് ട്രാഫിക് നടക്കുന്നുണ്ട്. വളരെ സ്മൂത്തായിട്ടുള്ള ട്രാഫിക് അല്ല, കുറച്ച് ട്രാഫിക് നടക്കുന്നുണ്ട്. വളരെ സ്ട്രെയിൻഡ് ട്രാഫിക്കാണ് എന്നുള്ളതിൻ്റെ സൂചനയായി അന്താരാഷ്ട്ര മേഖലയിൽ ഓയിലിൻ്റെ വില കൂടുന്നുണ്ട്. അപ്പോൾ അവിടെ ഈ ഹോർമുസിലെ ശരിക്കുള്ള സ്ട്രെയിൻ എന്താണെന്ന് അറിയണമെങ്കിൽ ഇൻ്റർനാഷണൽ ഓയിൽ റേറ്റ് നോക്കിയാൽ മതി. അപ്പോൾ ഓയിൽ റേറ്റ് കൂടുകയാണെങ്കിൽ അത് സ്ട്രെയിൻഡ് ആണ്, ഓയിൽ റേറ്റ് കുറയുകയാണെങ്കിൽ അത് സ്ട്രെയിൻഡ് അല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഓയിൽ റേറ്റ് കൂടുന്നുണ്ട്, വിച്ച് മീൻസ് ദാറ്റ് അത് സ്ട്രെയിൻഡ് ആണ്. ഇപ്പോൾ ട്രംപ് പറയുന്ന പോലെ കാര്യങ്ങൾ അത്ര സ്മൂത്ത് അല്ല. അപ്പോൾ അതിനിടയിലൂടെ കഴിഞ്ഞ ആഴ്ച നമുക്കറിയാം ഇറാൻ പറഞ്ഞു അവർക്ക് പൂർണ്ണമായ കോമ്പൻസേഷൻ കിട്ടണം. അപ്പോൾ അമേരിക്ക പറഞ്ഞു, ട്രംപ് പറഞ്ഞു കോമ്പൻസേഷൻ കിട്ടണം ഞങ്ങൾക്കല്ലേ, അപ്പോൾ നിങ്ങൾക്കുള്ളതിനേക്കാൾ കൂടുതൽ നഷ്ടം ഞങ്ങൾക്ക് പറ്റിയിട്ടുണ്ട്, അമേരിക്കയിലെ പട്ടാളക്കാർ മരിച്ചിട്ടുണ്ട്. അപ്പോൾ 1979 ഇറാനിലെ മത റജീം അവിടെ അധികാരത്തിൽ വന്നതിന് ശേഷം അതിൻ്റെ പേരിൽ അമേരിക്ക ഉണ്ടായിട്ടുള്ള മുഴുവൻ നഷ്ടങ്ങളും തരണമെന്നും ഇപ്പോൾ പോകുന്ന നെഗോസിയേഷൻ ടീമിനോട് ഈ വിഷയം കൂടി നെഗോസിയേഷൻ്റെ ഭാഗമാക്കണമെന്നുമാണ് ട്രംപ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അത് സീരിയസ് ആയിട്ടാണ്, തമാശയായിട്ടല്ല അദ്ദേഹം പറഞ്ഞത്, സീരിയസ് ആയിട്ടാണ്. അപ്പോൾ അതിന് മറുപടിയായിട്ട് ഇറാൻ പറഞ്ഞത് അങ്ങനത്തെ കാര്യങ്ങൾ പരിഗണിക്കാനാവില്ല, നെഗോസിയേഷൻ ഡെസ്കിൽ വരട്ടെ, അപ്പോൾ നമ്മൾ നോക്കാം എന്നാണ് ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള മറുപടി. അപ്പോൾ അതിനിടയിലൂടെ പാകിസ്ഥാൻ്റെ ഡിഫൻസ് മിനിസ്റ്ററായിട്ടുള്ള ഖവാജ ആസിഫ് അദ്ദേഹം ഇപ്പോൾ ഇറാനിലുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഏതാണ്ടൊരു ഒരു ഒത്തുതീർപ്പിൻ്റെ ഭാഗത്തേക്ക് ഇത് എത്തുന്നു എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലൊന്നുമല്ല, വേറെയുള്ള ഒരു രീതിയിൽ താൽക്കാലികമായ ഒത്തുതീർപ്പിലേക്ക് ഇത് വളരെ അടുത്തിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അദ്ദേഹം എന്ത് അടിസ്ഥാനത്തിലാണ് അത് പറഞ്ഞതെന്ന് അറിയില്ല. സം സോർട്ട് ഓഫ് എൻ അറേഞ്ച്മെൻറ്റ് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ഹോർമുസ് തുറക്കും, സം സോർട്ട് ഓഫ് എൻ അറേഞ്ച്മെൻറ്റിലാണ് നടക്കുക. അപ്പോൾ ഒമാനും ഇറാനും തമ്മിൽ ചർച്ച നടക്കുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച അവർ പറയുന്നത് ഈ ചർച്ചയുടെ അവസാന ഭാഗത്താണ്, ഇപ്പോഴും അവർ പറയുന്നത് ചർച്ചയുടെ അവസാന ഭാഗത്താണ്. അപ്പോൾ അവർ ഈ അവസാന ഭാഗത്ത് വന്നിട്ട് ഗേറ്റ് തുറക്കാൻ പറ്റാത്തതുപോലെ നിൽക്കുകയാണെന്ന് തോന്നുന്നുണ്ട്. അത് കാരണം ഗേറ്റ് എന്ന് പറയുന്നത് US ആണ്. US-ൻ്റെ ഭാഗത്തു നിന്നൊരു പെർമിഷൻ കിട്ടാതെ ഒമാൻ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇറാൻ എന്ത് വേണമെങ്കിലും വിളിച്ച് പറയാം, കാരണം അവരിപ്പോൾ പറയുന്ന കാര്യങ്ങളൊന്നും നടപ്പാകാൻ പോകുന്നില്ലെന്ന് അവർക്കറിയാം. നേരെ മറിച്ച് ഒമാനെ സംബന്ധിച്ച് ദേ ആർ അണ്ടർ ടോട്ടൽ കൺട്രോൾ ഓഫ് US. അപ്പോൾ അവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പറയാൻ പറ്റില്ല. US പറയുന്നതിന് അപ്പുറത്തേക്ക് ഒരു വാക്ക് പോലും ഒമാന് പറയാൻ പറ്റില്ല. അപ്പോൾ US-ൻ്റെ ഭാഗത്ത് പെർമിഷൻ കിട്ടാത്തത് കൊണ്ടായിരിക്കണം ഇവർ ഈ അവസാന ഭാഗം എന്ന് പറഞ്ഞാൽ ആ ഗേറ്റിൽ വന്ന് നിൽക്കുന്നത് എന്ന് വേണം വിചാരിക്കാൻ. ഇതിനിടയിലൂടെ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഒരു അസസ്മെൻറ്റ് വെച്ച് 1979 മുതൽ ഉള്ള കാലഘട്ടം ഇങ്ങോട്ട് പരിശോധിച്ചാൽ, 79 മുതലുള്ള കാലഘട്ടം പരിശോധിച്ച് കഴിഞ്ഞാൽ ഇറാനിലെ റജീം നൗ ഈസ് അറ്റ് ദ വീക്കസ്റ്റ് പോയിന്റ്, ഏറ്റവും വീക്കായിട്ടുള്ള പോയിന്റിലാണ് നിൽക്കുന്നത്. ഏറ്റവും പ്രധാനമായിട്ടും അവരുടെ സാമ്പത്തിക വിഷയങ്ങൾ തന്നെയാണ്. അപ്പോൾ അമേരിക്ക ഇവരെ സാമ്പത്തികമായിട്ട് കൂച്ചുകെട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് വരുമാനമില്ലാതെ പോയതുകൊണ്ട് ആ രാജ്യത്തിൻ്റെ ഭരണകൂടം ഏറ്റവും തകർന്ന നിലയിലാണ്. 1979 മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ ഏറ്റവും തകർന്ന നിലയിലാണ് എന്നാണ് US-ൻ്റെയും അമേരിക്കയുടെ അസസ്മെൻ്റ് ഉള്ളത്. നമുക്കറിയാവുന്നതുപോലെ ഓയിൽ ബ്ലോക്കേഡ് തുടരുകയാണെന്ന് മാത്രമല്ല, ഇന്നലെ അമേരിക്ക ഒരു പനാമ ഫ്ലാഗ്ഡ് ഷിപ്പ് ഇറാനിലേക്ക് പോയത് അത് അവരുടെ മുന്നറിയിപ്പുകളെ അവഗണിച്ച് മുന്നോട്ട് നീങ്ങിയ അടിസ്ഥാനത്തിൽ അതിനെ മിസൈൽ പ്രയോഗിച്ച് അതിനെ സ്റ്റോപ്പ് ചെയ്യിച്ചിട്ടുണ്ട്. പുതിയ സീജ് വന്നതിന് ശേഷം 55 ഷിപ്പുകളാണ് ഇറാനിലേക്ക് പോയതും ഇറാനിൽ നിന്ന് വന്നതുമായിട്ടുള്ള ഷിപ്പുകളെ US തടഞ്ഞു വെച്ചിട്ടുള്ളതെന്നാണ് ഇതുവരെയുള്ള കണക്ക് സൂചിപ്പിക്കുന്നത്. ഇനി ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേലിലെ ഒരു അഭിപ്രായ വോട്ടെടുപ്പിൽ ഏതാണ്ട് 100% ഇസ്രായേലുകളും ഇറാനുമായിട്ടുള്ള യുദ്ധം തുടരണം എന്നുള്ള അഭിപ്രായക്കാരാണ്. അതുകൊണ്ടാണ് നെതന്യാഹുവും അവരുടെ ഡിഫൻസ് മിനിസ്റ്റർ ഇസ്രായേൽ കാട്സും പറയുന്നത് അമേരിക്ക യുദ്ധം അവസാനിപ്പിച്ച് പോയാലും ഞങ്ങൾ യുദ്ധം. കാരണം ഒരു ജനാധിപത്യ സംവിധാനത്തെ സംബന്ധിച്ച് അവരുടെ ജനങ്ങളാണ് കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. മാത്രമല്ല സ്വന്തമായിട്ട് യുദ്ധം മുന്നോട്ട് നീങ്ങാനുള്ള കേപ്പബിലിറ്റി ഇപ്പോൾ ഇസ്രായേലിനുണ്ട് താനും. കാരണം ഇറാനെ സംബന്ധിച്ച് ഇറാൻ അങ്ങേയറ്റം തകർന്ന അവസ്ഥയിലാണ്. ഇപ്പോൾ ഇസ്രായേലുമായിട്ട് നമുക്കറിയാം, ഈ നേരത്തെ ആദ്യം ഇസ്രായേലിലേക്ക് മിസൈലുകൾ അയച്ചതിന് ശേഷം ഇസ്രായേലിനെ നേരെ നോക്കാൻ പോലും ഇറാൻ ധൈര്യപ്പെട്ടിട്ടില്ല. അവർ ആക്രമിച്ചത് മുഴുവൻ അവരുടെ സുന്നി സഹോദരങ്ങളുടെ നേരെയാണ്, ഗൾഫ് രാജ്യങ്ങളുടെ നേരെയാണ്. അവർക്ക് ഡിഫൻസ് ഇല്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ, അവരെ എന്നാ ചെയ്താലും കുഴപ്പമില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവരുടെ നേരെയാണ് ഇവർ ആക്രമണങ്ങൾ മുഴുവൻ അഴിച്ചുവിട്ടത്. അവിടെയുള്ള അമേരിക്കൻ താവളങ്ങളുടെ പേര് പറഞ്ഞാണ് ആക്രമണം നടത്തിയതെങ്കിലും അമേരിക്കൻ താവളങ്ങൾക്കൊന്നും കാര്യമായ ഒരു കേടുപാട് വരുത്താൻ അവരെ കൊണ്ട് സാധിച്ചില്ല. പക്ഷേ അവിടുത്തെ സാധാരണ ജനങ്ങളെ വഴിയെ പോകുന്നവരെ, പശുവിനെ തീറ്റുന്നവരെ, ഇങ്ങനെയുള്ള തലനെ കൊണ്ട് മിസൈൽ ഇടാൻ അവരെ കൊണ്ട് സാധിക്കുകയും ചെയ്തു. കൂടാതെ ഇറാനിയൻ മിലിറ്ററിയിൽ വലിയൊരു അഴിച്ചുപണി ഈ ദിവസങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട്.
ഏറ്റവും തലപ്പത്തുള്ള 6 പേരെ മാറ്റി വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ മാറ്റി പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. മറ്റു ആളുകളെ കൊണ്ടുവന്ന് കുറച്ചും കൂടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളെ. ഇത് ഈ ആദ്യത്തെ ബോംബിങ്ങിൽ തകർന്നുപോയ കോർഡിനേഷൻ, മിലിറ്ററിയുടെ കോർഡിനേഷൻ പൂർണ്ണമായും തകർന്നു പോയിരുന്നു. അവരുടെ മിലിറ്ററിയുടെ തലപ്പത്തുള്ള ആളുകൾ മുഴുവൻ വധിക്കപ്പെട്ടിരുന്നു. അതിനുശേഷം റീജിയണൽ കമാൻഡേഴ്സ് അവരുടെ ഒരു 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 വിംസ് ആൻഡ് ഫാൻസി അനുസരിച്ചാണ് ഈ യുദ്ധം മുൻപോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അത് വീണ്ടും ഒന്നും കൂടി കോർഡിനേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് IRGCയുടെ പിടി സൈന്യത്തിൻ്റെ മേലെ കൂടുതൽ മുറുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഖമനയുടെ പേര് പറഞ്ഞുകൊണ്ടാണ് ഈ 6 ടോപ്പ് കമാൻഡേഴ്സിനെ ഇപ്പോൾ മാറ്റി സ്ഥാപിച്ചിട്ടുള്ളത്. ഖമനൈ നേരിട്ടാണ് ഈ അപ്പോയിൻമെൻറ്റുകളൊക്കെ നടത്തിയിട്ടുള്ളത് എന്നാണ് ഔദ്യോഗികമായിട്ട് പറയുന്നത്. നമുക്കറിയാവുന്ന പോലെ ഖമനൈ എന്നൊരാൾ എന്തായാലും ജീവനോടെ ഉണ്ടാവാൻ, അല്ലെങ്കിൽ ആക്റ്റീവായിട്ടുണ്ടാവാൻ, അല്ലെങ്കിൽ അപ്പോയിൻമെൻറ്റുകൾ നടത്തിയിട്ട് ഇത് മതി എന്ന് പറയാൻ പറ്റുന്ന ഒരു അവസ്ഥയിൽ ഉണ്ടാവാൻ യാതൊരു സാധ്യതയില്ല. ഇപ്പോൾ ഖമനയുടെ അധികാരം കവരുന്ന IRGCയിലെ ആരോ ഒരാൾ, അത് അഹമ്മദ് വഹീദി എന്തായാലും മാറിയിട്ടില്ല. അപ്പോൾ പ്രോബ്ലി അദ്ദേഹമായിരിക്കണം അത് നിയന്ത്രിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പോസ്റ്റിന് വ്യത്യാസമൊന്നും വന്നിട്ടില്ല. IRGC ടോപ്പ് ഒഫീഷ്യൽ എന്നുള്ളതിന് വ്യത്യാസമൊന്നും വന്നിട്ടില്ല. അപ്പോൾ അദ്ദേഹമായിരിക്കണം ഒരു പക്ഷേ നിയന്ത്രിക്കുന്നത്. അപ്പോൾ എന്തായാലും ശരി, IRGC കുറച്ചും കൂടെ കോർഡിനേറ്റ്, അവർ ഒന്നും കൂടി ഒരു യുദ്ധത്തിന് കൂടി പ്രിപ്പയർ ചെയ്യുന്നു എന്നാണ് വാസ്തവത്തിൽ ഈ റീകോൺസ്റ്റിറ്റ്യൂഷൻ കൊണ്ട് മനസ്സിലാവുന്നത് എന്നാണ് വാഷിങ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതിനിടയിലൂടെ ഇറാൻ വയർ എന്ന് പറയുന്നൊരു മാധ്യമം പറയുന്നത് ഇറാൻ ഒരു സർപ്രൈസ് അറ്റാക്ക്, അത് US-ഉം എല്ലാ ഗൾഫ് GCC രാജ്യങ്ങളും ഇസ്രായേലും ചേർന്ന് ഇറാന് നേരെ നടത്തും എന്നവർ കാര്യമായി പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാണ് ഇറാൻ വയർ റിപ്പോർട്ട് ചെയ്യുന്നത്. US ഇസ്രായേൽ മാത്രമല്ല GCC രാജ്യങ്ങളും കൂടി ചേർന്നുകൊണ്ട് ആക്രമിക്കും എന്നുള്ള ഒരു ഭയം, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം അവർ പ്രതീക്ഷിക്കുന്നു. അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ഇറാൻ്റെ മിലിറ്ററിയിൽ ടോപ്പ് ലെവലിലുള്ള ഈ അഴിച്ചുപണികൾ സംഭവിച്ചിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ഇനി യുദ്ധം പെട്ടെന്ന് നീളുമോ ഇല്ലയോ എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള വേറെ സൂചനകൾ തരുന്നത് ഗൾഫ് രാജ്യങ്ങളും US-ഉം ചേർന്ന് ഓൾട്ടർനേറ്റീവ് പാത്തുകൾ റെഡിയാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ ഓയിൽ വ്യാപാരത്തെ സംബന്ധിച്ച് ഈ ഹോർമോസ് കടലിലേക്കും ഇപ്പോൾ റെഡ് സീയും പ്രശ്നത്തിലാണെന്ന് നമുക്കറിയാം. റെഡ് സീയിൽ ഇന്നലെ ഈജിപ്തിൻ്റെ ഒരു കപ്പലിനെ ഹൂത്തികൾ ആക്രമിച്ചിട്ടുണ്ട്. അത് സൗദി അറേബ്യയിലേക്ക് ആയുധങ്ങൾ കൊണ്ടുവന്ന കപ്പലാണ് എന്ന പേരിലാണ് അവർ ആക്രമിച്ചിട്ടുള്ളത്. ആക്രമണത്തിൽ കപ്പലിൻ്റെ 4 ക്രൂ, ഈജിപ്ഷ്യൻ ക്രൂ കൊല്ലപ്പെട്ടിട്ടുണ്ട്. കൂടാതെ ഈ അപകടത്തിൽപ്പെട്ട കപ്പലിലെ ബാക്കിയുള്ള ക്രൂവിനെ രക്ഷിക്കാൻ പോയ ഈ യമനിൻ്റെ രക്ഷപ്പെടുത്തുന്ന ടീമിൻ്റെ ആളുകളിൽ നിന്ന് 2 പേരെയും അവർ കൊന്നിട്ടുണ്ട്. അപ്പോൾ മൊത്തം 6 പേര് മരിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ചെറിയൊരു എസ്കലേഷൻ അല്ല. ഇവിടെ രസകരമായ കാര്യം, ഈ സൗദി അറേബ്യയും പാകിസ്ഥാനും ടർക്കിയും ചേർന്ന് രൂപപ്പെടുത്തിയ സഖ്യത്തിൻ്റെ ഭാഗത്ത് നിന്ന് പട്ടാളക്കാരെ അയക്കുന്നില്ല എന്ന് മാത്രമല്ല, ഒരു പ്രസ്താവന പോലും ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. ഇത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്ത സംഗതിയാണ്. ഇവരെന്തിനു വേണ്ടിയാണ് ഇങ്ങനൊരു ട്രൈ പാർട്ടി അലയൻസ് ഉണ്ടാക്കിയത്? ഏറ്റവും ചുരുങ്ങിയതൊരു പ്രസ്താവന കൊണ്ടെങ്കിലും ഈ ഇന്നലത്തെ ഈ വലിയ സംഭവത്തെ, കാരണം ഇതുവരെ ആളുകൾ മരിച്ചിരുന്നില്ല, ഇവിടെ ഇപ്പോൾ 6 ആളുകൾ മരിച്ചു. അത് ഈജിപ്ഷ്യൻ ഷിപ്പിൻ്റേതാണ്, സൗദിയിലേക്ക് വന്നതാണ്, കാർഗോ ഷിപ്പാണ്. അതിനകത്ത് ആയുധങ്ങളാണെന്ന ആരോപണത്തോടു കൂടിയാണ് ആക്രമണം ഉണ്ടായിട്ടുള്ളത്. കടലിടുക്കിൽ തന്നെയാണ് ആക്രമണം നടന്നിട്ടുള്ളത്. ബാബ് എൽ മന്ദേബ് എന്ന് പറയുന്ന കടലിടുക്കിലാണ് ആക്രമണം നടന്നിട്ടുള്ളത്. ഇതിനൊന്ന് അപലപിക്കാൻ പോലും ഈ പറയുന്ന പാകിസ്ഥാൻ, ടർക്കി എന്ന രാജ്യങ്ങൾക്ക് സാധിച്ചിട്ടില്ല എന്നതിൽ തന്നെ ഇവരുടെ ലക്ഷ്യം വേറെയാണ്. സൗദിയുടെ സ്വത്തിൻ്റെ മേലെയാണ് ഇവരുടെ കണ്ണ് എന്ന് വ്യക്തമാവുന്നു. ഇവരെ ഒരു തരത്തിലുള്ള സഹായവും സൗദിക്ക് കൊടുക്കാൻ തയ്യാറല്ല. സൗദിയിൽ നിന്ന് വല്ലതും കിട്ടിയെങ്കിൽ ഊറ്റിയെടുക്കാം എന്ന പ്രതീക്ഷയോടെ ഇവരെ ഇങ്ങനത്തെ ഒരു പാക്ട് ഉണ്ടാക്കിയതാണ് എന്ന സംശയം കൂടുതൽ ബലപ്പെട്ടു വരുന്നു എന്നുള്ളതാണ് വസ്തുത. അതിനിടയിലൂടെയാണ് ഈ ഗൾഫ് രാജ്യങ്ങൾ, GCC രാജ്യങ്ങളും അമേരിക്കയും ചേർന്ന് ഓയിലിന് ഓൾട്ടർനേറ്റീവ് പാത്തുകൾ ഉണ്ടാക്കുക. ഓയിൽ അവർക്ക് വിൽക്കാൻ വേണ്ടി ഓൾട്ടർനേറ്റീവ് പാത്ത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന് ഗൾഫ് ഓഫ് ഒമാനിൽ അവർക്ക് 2 പോർട്ടുകളുണ്ട്. ഒന്ന് ഫുജൈറ പോർട്ടും പിന്നെ ഒന്ന് ഖോർ ഫുക്കാൻ പോർട്ടുമാണ്. ഈ 2 പോർട്ടുകൾ ഗൾഫ് ഓഫ് ഒമാനിലാണ് UAE-ക്കുള്ളത്. അപ്പോൾ അവിടെ വലിയ ഒരു റിഫൈനറി സംവിധാനം, ഒരു ദിവസം 2 ലക്ഷം ബാരൽ ഓയിൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ ഓയിൽ റിഫൈൻ ചെയ്തെടുക്കാൻ കഴിയുന്ന റിഫൈനറികൾ ഉണ്ടാക്കാനാണ് ഒരു പ്രധാന ശ്രമം. 2 GCC രാജ്യങ്ങളുടെ അങ്ങ് ഇറാഖ് മുതലുള്ള ഒരു പൈപ്പ് ലൈൻ പേർഷ്യൻ ഗൾഫിൻ്റെ വിളിമ്പിലൂടെ കൊണ്ടുവന്ന് ഈ ഫുജൈറ പോർട്ടിലും ഖോർ ഫക്കാൻ പോർട്ടിലേക്കും എത്തിക്കുക എന്നുള്ളതാണ് ഒരു പ്രോജക്റ്റ്. അപ്പോൾ ഒരു വലിയ പൈപ്പ് ലൈനും പിന്നെ റിഫൈനറികളും. മറുഭാഗത്തുള്ള അവരുടെ താല്പര്യം റെഡ് സീയിലെ ബാബൽ മന്ദേബ് എന്ന് പറയുന്ന കടലെടുക്ക് അത് ഒഴിവാക്കാൻ വേണ്ടിയുള്ള പ്ലാൻ, അത് സൗദി അറേബ്യയിൽ നിന്ന് പൈപ്പ് ലൈൻ നേരിട്ട് ഇസ്രായേൽ വഴി ജോർദാനിൽ പ്രവേശിക്കും. ജോർദാനിൻ്റെ ജസ്റ്റ് ഒരു ഭാഗം കടന്ന് ഇസ്രായേലിൽ പ്രവേശിച്ച് മെഡിറ്ററേനിയൻ സീയിലേക്കുള്ള വലിയ പൈപ്പ് ലൈനുകളാണ് വേറൊരു പ്ലാനിലുള്ളത്.
അപ്പോൾ സൗദി അറേബ്യയിൽ നിന്ന് ഓയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഭാഗത്ത് നിന്നും ആ ഓയിൽ നേരെ ഇസ്രായേലിൻ്റെ തീരത്ത് കൊണ്ടുവരിക, ഇസ്രായേലിൻ്റെ തീരത്ത് കൊണ്ടുവന്നാൽ മെഡിറ്ററേനിയനിലേക്ക് സപ്ലൈ ചെയ്യാം. ഇപ്പോൾ ഇത് റെഡ് സീയിലാണ് ഈ ഹൂതികളുടെ ആക്രമണ ഭീഷണി ഉള്ളത്. അതുകൊണ്ട് തന്നെ സൗദി അറേബ്യയിൽ നിന്ന് ഓയിൽ കയറ്റി വരുന്ന കപ്പലുകൾ ഇപ്പോൾ സുയസ് കനാൽ കടന്ന് ആഫ്രിക്കൻ മുനമ്പ് ചുറ്റിയാണ് ഇപ്പോൾ ഇന്ത്യ പോലത്തെ ഭാഗത്തേക്ക് വരുന്നത്. ബാക്കി US-ലേക്കും യൂറോപ്പിലേക്കും ഒക്കെ നേരത്തെ അത് തന്നെയാണ് ട്രാക്ക്. ഇനി ഇന്ത്യയിലേക്കും ചൈനയിലേക്കും ഒക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഈ ആഫ്രിക്കൻ മുനമ്പ് ചുറ്റിട്ടാണ് ഇപ്പോൾ ഇത് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ അതിനെ തന്നെ ട്രാവൽ ചെയ്യാം. പക്ഷേ ഈ റെഡ് സീയിലെ പോർട്ടുകൾ സേഫ് അല്ല. അപ്പോൾ റെഡ് സീയിലെ പോർട്ടുകൾ സേഫ് അല്ലാത്തത് കൊണ്ട് ആ പോർട്ടുകളിൽ ഓയിൽ നിറയ്ക്കുന്നതിന് പകരം ഇത് നേരെ ഇസ്രായേലിൻ്റെ പോർട്ടുകളിലേക്ക് സൗദിയിൽ എത്തിക്കാനുള്ള പ്ലാനാണ് ഉള്ളത്. അതും ചർച്ചയിലാണ്, വളരെ ആക്റ്റീവായിട്ട്. ഉടനെ തന്നെ ഇതിൻ്റെയൊക്കെ ശ്രമങ്ങൾ ഉടനെ തന്നെ തുടങ്ങുമെന്നാണ് സൂചനകൾ വരുന്നത്. ഇതിനിടയിൽ ഏറ്റവും രസകരമായൊരു വാർത്ത വന്നത് കഴിഞ്ഞ ജൂലൈ 8-ാം തീയതി അങ്കാറയിലെത്തിയ ട്രംപിന് അദ്ദേഹത്തിൻ്റെ എയർഫോഴ്സ് 1 എന്ന് പറയുന്ന പ്രസിഡന്റ് റെഗുലറായി ട്രാവൽ ചെയ്യുന്ന ഫ്ലൈറ്റിൽ നിന്ന് മാറി വേറെ ഒരു ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യേണ്ടി വന്നു എന്നുള്ള വാർത്തയാണ്. അപ്പോൾ ഇത് നമ്മളുടെ മലയാളം പത്രങ്ങളൊക്കെ ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് വാഷിംഗ്ടൺ പോസ്റ്റിലാണ് ഇതിൻ്റെ വാർത്ത ആദ്യം വന്നത്. അപ്പോൾ അത് ട്രംപിൻ്റെ ഉദ്യോഗസ്ഥരെ, പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഉദ്യോഗസ്ഥരെ കോട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് അവർ അത് പബ്ലിഷ് ചെയ്തത്. പിന്നീട് ട്രംപ് അത് വെരിഫൈ ചെയ്തു, താൻ അങ്ങനെ വിമാനം മാറി കയറിയെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ കാരണമായിട്ട് പറയുന്നത് ടർക്കിയിൽ നിന്ന് ഇദ്ദേഹത്തിൻ്റെ തിരിച്ചുള്ള യാത്ര, ജൂലൈ 8-ന് തിരിച്ചുള്ള യാത്രയുടെ സമയത്ത് ടർക്കിയിൽ നിന്ന് പോയ ചില മെസ്സേജുകൾ സെക്യൂരിറ്റി ഏജൻസികൾക്ക് സംശയമുണ്ടാക്കിയ സാഹചര്യത്തിലാണ് ഇദ്ദേഹം എയർഫോഴ്സ് 1-ൻ്റെ ഉള്ളിൽ കയറുകയും അതിൻ്റെ വേറൊരു ഡോറിലൂടെ ഒരു കാറ്ററിംഗ് വാനിലേക്ക് കടന്ന് പിന്നീട് എയർഫോഴ്സിൻ്റെ C-32A എയർഫോഴ്സ് വിമാനത്തിൽ അദ്ദേഹം അവിടെ നിന്ന് പോരുകയും ചെയ്തു എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ അത് നമുക്കറിയാവുന്നതുപോലെ ഇദ്ദേഹത്തിൻ്റെ എയർഫോഴ്സ് 1 എന്ന് പറയുന്നത് ഖത്തർ കൊടുത്ത വിമാനമാണ്. ബോയിങ് 747-8 എന്ന് പറയുന്ന വലിയ രാജകീയ വിമാനമാണ്. പക്ഷേ ആ വിമാനത്തെ സംബന്ധിച്ച് സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർക്ക് കാര്യമായ സംശയങ്ങളുണ്ട്. ഒന്നാമത് അത് വേറൊരു രാജ്യം, പ്രത്യേകിച്ച് ഒരു ഇസ്ലാമിക രാജ്യം സപ്ലൈ ചെയ്തൊരു സാധനമാണ്. വേറൊന്ന് അതിൽ സെക്യൂരിറ്റി അറേഞ്ച്മെൻറ്റ്സ്, ഈ പർട്ടിക്കുലർ മോഡലിൽ ഒരു പ്രസിഡന്റിന് ആവശ്യമായ സെക്യൂരിറ്റി അറേഞ്ച്മെൻറ്റുകൾ പൂർണ്ണമായിട്ടും ചെയ്യാൻ കഴിയുന്ന രീതിയിലല്ല ആ വിമാനം ഉണ്ടാക്കിയിട്ടുള്ളത്. കാരണം അത് പ്രസിഡന്റിന് വേണ്ടി വാങ്ങിയ വിമാനമല്ല, അത് വേറെ പർപ്പസിന് വേണ്ടി വാങ്ങിയ വിമാനമാണ്. അപ്പോൾ ബോയിങ് കമ്പനി എയർഫോഴ്സ് 1-ലേക്ക് വിമാനങ്ങൾ സപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ റിക്വയർമെൻറ്റ്സ് മുഴുവൻ മീറ്റ് ചെയ്തുകൊണ്ടാണ് കമ്പനി ആ വിമാനം ഇറക്കുക. ഇതൊരു സാധാരണ യാത്രാ വിമാനം കൊടുത്തു, അവർ എത്ര മോഡിഫൈ ചെയ്താലും അതിനകത്ത് പ്രസിഡന്റിന് ആവശ്യമായ സെക്യൂരിറ്റി ഒരുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് സെക്യൂരിറ്റി ഏജൻസികൾ, അമേരിക്കയുടെ സെക്യൂരിറ്റി ഏജൻസികൾ പറയുന്നത്. അതുകൊണ്ടാണ് ഇദ്ദേഹത്തിന് ഇങ്ങനെ മാറിപ്പോരേണ്ടി വന്നത്. അപ്പോൾ ഇത് ഇറാനെ പേടിച്ച് അദ്ദേഹം വേറെ ഫ്ലൈറ്റിൽ കയറി എന്നൊക്കെ പറയുന്നത് നമുക്ക് ന്യൂസ് പറയാൻ വേണ്ടി പറയാം. ഇറാനെ പേടിക്കണമല്ലോ. അദ്ദേഹത്തിനെ കൊല്ലാൻ വേണ്ടി ഫത്വ 5, 10, 15 ഫത്വകൾ അവരുടെ മത നേതൃത്വം പുറപ്പെടുവിച്ച് ഇങ്ങനെ അടുക്കിയിരിക്കുകയാണ്. മാത്രമല്ല ഈ ടർക്കി എന്ന് പറയുന്ന സ്ഥലത്ത് ഹമാസിൻ്റെ സാന്നിധ്യമുണ്ട്. ഇസ്രായേൽ പലതവണ ടർക്കിയെ ആക്രമിക്കും എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഈ ഹമാസിൻ്റെ സാന്നിധ്യത്തെ പ്രതി. കൂടാതെ ടർക്കിയും ഇറാനും തമ്മിൽ അതിർത്തിയുള്ളതാണ്. ഇപ്പോൾ സാധാരണഗതിയിൽ പ്രസിഡന്റിനെ അവിടെ വിസിറ്റ് ചെയ്യാൻ അവരുടെ സെക്യൂരിറ്റി ചാർജുള്ളവർ സമ്മതിക്കാൻ പാടില്ലാത്തതാണ്. കാരണം ഇറാനുമായി ഇതിന് ഡയറക്റ്റ് അതിർത്തിയുണ്ട്. പക്ഷേ ഇസ്രായേലിൻ്റെ ഒക്കെ ഒരു പ്രോക്സിമിറ്റി കൊണ്ടായിരിക്കണം ഒരുപക്ഷെ അവിടെ ഇങ്ങനത്തെ ഒരു വിസിറ്റ്, നാറ്റോയുടെ ഒരു മീറ്റിങ്ങിന് വേണ്ടി അദ്ദേഹം അവിടെ പോകാനിടയായെന്ന് വിചാരിക്കുന്നു. സാധാരണഗതിയിൽ അത് എടുക്കാവുന്ന റിസ്ക് അല്ല. കാരണം ഈ ടർക്കി എന്ന് പറയുന്ന ഒരു മുസ്ലിം രാജ്യം തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ആ ഒരു കോർഡിനേഷനോട് ബാക്കിയുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഇതൊരു പുതിയ കാര്യമൊന്നുമല്ല. 2000 ആണ്ടിൽ ബിൽ ക്ലിൻ്റന് ഇതേപോലെ തന്നെ പാകിസ്ഥാനിൽ വെച്ച് വിമാനം മാറി കയറേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഭീകരന്മാർ അദ്ദേഹത്തെ ആക്രമിച്ചേക്കുമെന്ന ഭയത്തിൽ 2000 ആണ്ടിൽ ബിൽ ക്ലിൻ്റൻ വിമാനം മാറി കയറിയ കഥയുണ്ട്. കൂടാതെ സെക്കൻഡ് വേൾഡ് വാറിൽ വിൻസ്റ്റൺ ചർച്ചിൽ അദ്ദേഹത്തിൻ്റെ 7 ഡ്യൂപ്പുകൾ ഉണ്ടായിരുന്ന പറയപ്പെടുന്നത്. 7 ഡ്യൂപ്പുകൾ. ഹിറ്റ്ലറിന് 12 ഡ്യൂപ്പുകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ പലപ്പോഴും ആളുകൾ കാണുന്ന ഹിറ്റ്ലർ ഒറിജിനൽ ഹിറ്റ്ലർ അല്ല. അത് അദ്ദേഹത്തിൻ്റെ അതേമാതിരി ഷേപ്പുള്ള ആളുകളെ ഒന്ന് മേക്കപ്പും കൂടെ ചെയ്ത് പെർഫെക്റ്റ് ആക്കി എടുത്തിട്ടാണ് ആളുകളുടെ മുമ്പിൽ പ്രദർശിപ്പിച്ചിരുന്നത് എന്നാണ് പറയുന്നത്. അതിനെ സംബന്ധിച്ച് ജാഹി ഗിൻസിൻ്റെ ഒക്കെ നോവൽസൊക്കെ ഉള്ളത് നമുക്കറിയാം. അപ്പം എന്ന് പറഞ്ഞാൽ ഇനിയിപ്പം നമ്മൾ ഇറാനിലേക്ക് നോക്കിയാൽ മതി. ഈ പുതിയ ഖമനൈ എന്ന് പറയുന്ന ആൾ അദ്ദേഹം അപ്പോയിൻറ്റ് ചെയ്തിട്ട് ഇറാൻകാരുടെ മുമ്പിൽ പോലും പ്രത്യക്ഷപ്പെട്ടില്ല. അദ്ദേഹത്തെ ഫ്രീസറിൽ വെച്ചിരിക്കുകയാണ്. മരിച്ചുപോയ ഖമനൈയും അങ്ങനെ തന്നെയായിരുന്നു. അദ്ദേഹം ഒരു കൊല്ലത്തിൽ ഒരിക്കലെങ്ങാനും വല്ലപ്പോഴും ഒന്ന് തലപ്പുറത്ത് കാണിച്ചാലായി മുഴുവൻ മാളത്തിനകത്ത് ഒളിച്ചിരിക്കുകയായിരുന്നു ചെയ്യുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളുടെ പത്രങ്ങൾക്ക് അവരുടെ വായനക്കാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഇറക്കുന്ന ഒരു തലക്കെട്ട് എന്നതിനപ്പുറത്തേക്ക് ഇതിന് പ്രത്യേകിച്ച് പ്രാധാന്യമൊന്നുമില്ല. എന്തായാലും ട്രംപിന് അങ്കാറയിൽ നിന്ന് ഫ്ലൈറ്റ് മാറി വരത്തക്ക രീതിയിലുള്ളൊരു ഭീഷണി സെക്യൂരിറ്റി ഏജൻസികൾക്ക് സെൻസ് ചെയ്യാൻ ഇടയായിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്.
ഈ ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ ദയവായി ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, ഫോർവേഡ് ചെയ്യുക.